ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. 2024 UN ജൈവവൈവിധ്യ സമ്മേളനത്തിൻ്റെ വേദി കാലി. 2024 ഒക്ടോബർ 21 മുതൽ നവംബർ 1 വരെയാണ് കൊളംബിയയിലെ കാലിയിൽ യുണൈറ്റഡ് നേഷൻസ് ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP16 എന്ന ഐക്യരാഷ്ട്ര സംഘടന ജൈവവൈവിധ്യ സമ്മേളനം നടന്നത്. 2022 COP15 ഉച്ചകോടിയുടെ വേദി കാനഡയിലെ മോൺട്രിയോൾ ആയിരുന്നു. 2026 ഐക്യരാഷ്ട്ര സംഘടന ജൈവവൈവിധ്യ സമ്മേളനം അർമീനിയയിൽ നടക്കും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസാണ്. 2024 പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 ഒക്ടോബർ റഷ്യയിലെ കസാനിൽ നടന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് 346 രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് 346 രൂപ. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടിയ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാന 374 രൂപ. തൊഴിലുറപ്പ് വേതനം കുറഞ്ഞ സംസ്ഥാനങ്ങൾ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് 234 രൂപ. സംസ്ഥാന തലത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിനുള്ള പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്താണ്. സംസ്ഥാന തലത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മികവിനുള്ള പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്താണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്നിവയ്ക്ക് ലഭിച്ചു. നഗരമേഖലയിലെ മികവിനുള്ള മഹാത്മാഗാന്ധി അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് കൊല്ലം കോർപ്പറേഷനാണ്. മുനിസിപ്പാലിറ്റികളിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ് 1ാം സ്ഥാനം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ്. ആണോ? അല്ല, ഒലെഗ് കൊനനെൻകോയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ബഹിരാകാശ സഞ്ചാരി. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കൊനനെൻകോ. ബഹിരാകാശത്ത് 878 ദിവസം 12 മണിക്കൂറും ചെലവഴിച്ചാണ് ഒലെഗ് റെക്കോർഡ് സ്ഥാപിച്ചത്. 2008 59കാരനായ ഒലെഗിൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര. സോയിസ് മിഷൻ്റെ ഭാഗമായാണ് ഒലെഗ് ബഹിരാകാശ നിലയത്തിലെത്തിയത്. അപ്പോൾ ആരാണ്? ഒലെഗ് കൊനനെൻകോയാണ്. നമ്മൾ ആദ്യം ആരെ എഴുതും? നമ്മൾ എഴുതുന്ന ആളായിരിക്കും സുനിത വില്യംസ്. നമുക്കറിയാവുന്ന ആൾ അവരേ ഉള്ളൂ. നമ്മൾ സുനിത വില്യംസിനെ എഴുതും. സുനിത വില്യംസ് അല്ല, ഒലെഗ് കൊനനെൻകോയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി ആരാണ്? ഒലെഗ് കൊനനെൻകോ. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം ദേശീയ തലത്തിൽ തുടർച്ചയായി എത്രാം തവണയാണ് 1ാം സ്ഥാനം നേടുന്നത്? 2ാം തവണ. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം ദേശീയ തലത്തിൽ തുടർച്ചയായി എത്രാം തവണയാണ് 1ാം സ്ഥാനം നേടുന്നത്? 2ാം തവണ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിലാണ് കേരളത്തിന് 1ാം സ്ഥാനം ലഭിച്ചത്. വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചിക തയ്യാറാക്കുന്നത്. നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ. ഇപ്പോഴത്തെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവീൻ. എത്ര വയസ്സിന് മുകളിലുള്ളവരാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിൻ്റെ ഗുണഭോക്താക്കൾ? 70 വയസ്സിന് മുകളിലുള്ളവരാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിൻ്റെ ഗുണഭോക്താക്കൾ. പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യമാണ് ലഭിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിൻ്റെ വരുമാന പരിധി ബാധകമായിരിക്കില്ല. സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ESI സ്കീമിൻ്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയ്ക്കായി ആയുഷ്മാൻ കവറേജ് ലഭിക്കും. കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജദുകർ ജാംദാർ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്?
ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് നീതി നടപ്പാക്കുന്ന ആളാണ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. ഓക്കെ. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിതനായത് ശശി തരൂർ. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിതനായതാര്? ശശി തരൂർ. പാർലമെന്ററി വിദ്യാഭ്യാസ കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിഗ്വിജയ് സിംഗ്. പാർലമെന്ററി വിദ്യാഭ്യാസ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിഗ്വിജയ് സിംഗ്. കാർഷിക ഭക്ഷ്യ സംസ്കരണ മൃഗക്ഷേമ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ചരൺജിത്ത് സിംഗ് ചാനി. ഗ്രാമവികസന പഞ്ചായത്ത് രാജ് കമ്മിറ്റി അധ്യക്ഷൻ സപ്തഗിരി ശങ്കർ ഉലക. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് KC വേണുഗോപാൽ. 17ാം ലോക്സഭയിൽ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ശശി തരൂർ ആണ്. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ച തീയതി 2024 ഫെബ്രുവരി 5. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ച തീയതിയാണ് 2024 ഫെബ്രുവരി 5. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് ആരംഭിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ചിത്രമാണ് ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറംചട്ടയിൽ ചേർത്തത്. ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി കുടിശ്ശിക പിരിക്കാനുള്ള പദ്ധതിയാണ് ആംനസ്റ്റി 2024. ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി കുടിശ്ശിക പിരിക്കാനുള്ള പദ്ധതിയാണ് ആംനസ്റ്റി 2024. 2024-25 ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ്. ആദ്യമായാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബജറ്റിനൊപ്പം ചേർത്തത്. ആദ്യമായി കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏത് സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് എക്സൈസ് വകുപ്പ് നാളത്തെ കേരളം ലഹരി വിമുക്ത കേരളം തീവ്രയത്ന ബോധവൽക്കരണ പദ്ധതി സംഘടിപ്പിച്ചത്? വിമുക്തി മിഷൻ. ഏത് സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് എക്സൈസ് വകുപ്പ് നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം തീവ്രയത്ന ബോധവൽക്കരണ പദ്ധതി സംഘടിപ്പിച്ചത്? വിമുക്തി മിഷൻ. ലഹരിമുക്തി കേരളം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് 2018 സംസ്ഥാനത്ത് വിമുക്തി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിച്ചത്. ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ കിടത്തി ചികിത്സയും ലഭ്യമാണ്. OP സേവനം, കൗൺസിലിംഗ്, മരുന്നുകൾ, മാനസികോല്ലാസത്തിനുള്ള സൗകര്യം, യോഗ പരിശീലനം എന്നിവയും ലഭിക്കും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അപ്പോൾ ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. ഇത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.